എം വി നികേഷ് കുമാർ, ഇതിപ്പോൾ ചില ആളുകളുടെ പ്രതികരണം ഇപ്പോൾ വന്നു. GR അനിൽ പറഞ്ഞിരിക്കുന്നത് മതനിരപേക്ഷ കേരളത്തിന് അപമാനമാണ്, ശശി തരൂർ ഒറ്റിക്കൊടുത്തിരിക്കുന്നു എന്ന വാക്കാണ്. മതേതര മനസ്സിനെ ഒറ്റിക്കൊടുത്ത തരൂർ മറുപടി പറയേണ്ടി വരും എന്നാണ് GR അനിൽ പറയുന്നത്. മുഹമ്മദ് റിയാസും അതേപോലൊരു വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ശശി തരൂരിൻ്റെ ഒരു നിലപാട് ദേശീയ തലത്തിൽ വലിയ ആശയക്കുഴപ്പമൊന്നും കോൺഗ്രസ്സിന് ഉണ്ടാക്കില്ല. കാരണം വ്യത്യസ്തമായ നിലപാട് കോൺഗ്രസിൻ്റെ നേതാക്കൾക്കുണ്ട്. പക്ഷേ സംസ്ഥാന തലത്തിൽ എന്താണോ അത് അദ്ദേഹത്തിൻ്റെ പലസ്തീൻ പരാമർശം കൊണ്ടുണ്ടാക്കിയ ആശയക്കുഴപ്പം, സമാനമായ ആശയക്കുഴപ്പം ഇവിടെ UDF ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയവുമില്ല. കുറേ കാലം അത് ചിലപ്പോൾ നിന്ന് കത്താൻ പോലും സാധ്യതയുണ്ട്. കാരണം ശശി തരൂരിനെ താങ്ങി നടക്കാൻ തീരുമാനിച്ചിരുന്നത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിനെയൊക്കെ വലിയ നിലയിൽ ഇത് പ്രതിരോധത്തിലാക്കും. ഈ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ തന്നെ ഇങ്ങനെ ഒരു സന്ദേശം ഉണ്ടാക്കി BJPക്ക് കുറച്ചുകൂടി ഒരു പൊളിറ്റിക്കൽ മൈലേജ് ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ടോ എന്ന് ശശി തരൂർ തന്നെയാണ് ആലോചിക്കേണ്ടത്. നോക്കൂ, നെഹ്റു പാരമ്പര്യം സംബന്ധിച്ച് നേരത്തെ ഇവിടെ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് ഡോക്ടർ ശശി തരൂർ. അദ്ദേഹം ഒരു മതേതരവാദിയാണ് എന്ന കാര്യത്തിൽ വ്യക്തിപരമായി എനിക്ക് സംശയമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഈ കഴിഞ്ഞ 10 വർഷ കാലഘട്ടത്തിൽ വേണമെങ്കിൽ BJPയിലേക്ക് കൂടുമാറാൻ സാധിക്കുമായിരുന്ന ഒരാളാണ്. ഈ 10 വർഷമെങ്കിലും അദ്ദേഹം പിടിച്ചു നിന്നു എന്ന് പറയുന്നത് അഭിനന്ദനാർഹമാണ്. അതുകൊണ്ട് ഞാൻ ആശയക്കുഴപ്പമുണ്ടാക്കും എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ശശി തരൂർ എടുത്ത നിലപാടിനെ ഞാൻ എന്തായാലും വിമർശിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു നിലപാട് അദ്ദേഹത്തിന് എടുക്കാനുള്ള സാധ്യത. ഇവിടെ എന്താണ് കോൺഗ്രസിൻ്റേതായിട്ടുള്ള വ്യത്യസ്ത നിലപാടുകൾ വരുന്നത്. അതുകൊണ്ട് തന്നെ അത് ദേശീയ തലത്തിൽ വലിയ ആശയക്കുഴപ്പമുണ്ടാക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ ഹിമാചൽ പ്രദേശിലെ ഒരു കോൺഗ്രസ് മന്ത്രി പങ്കെടുത്തു. മുൻ UPCC അധ്യക്ഷൻ പങ്കെടുത്തു. തറക്കല്ലിടുന്ന ചടങ്ങിൽ ക്ഷണിക്കാത്തതിന് കെറിവ് കാണിച്ചത് പ്രിയങ്ക ഗാന്ധിയും കമൽനാഥുമാണ്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ ഹിമാചൽ സർക്കാർ അവധി പ്രഖ്യാപിച്ചു. നിരനിരയായി കോൺഗ്രസ് നേതാക്കൾ ഇനി പോകാൻ പോകുന്നു ഈ രാമക്ഷേത്രത്തിലേക്ക്. മാത്രമല്ല 15-ാം തീയതി നമുക്കറിയാവുന്നതുപോലെ UPCC അധ്യക്ഷനും 100 അംഗ സംഘവും സന്ദർശനം നടത്തുന്നുണ്ട്. ഇതിലൊന്നും ഒരു ഏകോപിത സ്വഭാവം ഇല്ലല്ലോ. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള നിലപാടെടുത്തു പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് വിപ്പ് കൊടുക്കാൻ കഴിയുന്ന കാര്യമൊന്നുമല്ല. വിപ്പ് കൊടുക്കാതെ തന്നെ 22-ാം തീയതി പങ്കെടുക്കരുത് എന്ന നിലപാടെടുത്തിട്ട് പോലും കോൺഗ്രസിൽ ചിലർ അത് ലംഘിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. നിയന്ത്രിക്കുകയും എളുപ്പമല്ല. വ്യക്തതയില്ലായ്മയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ വ്യക്തത എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. നമുക്ക് ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് 2 മാസം പോലും ഇല്ല. ഇപ്പോൾ ഒരു ടെൻറ്റേറ്റീവ് ഡേറ്റ് എന്ന് പറഞ്ഞ് ഡൽഹി ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ട ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ 16 ഏപ്രിൽ 16 എന്ന് പറയുമ്പോൾ ഇനി 2 മാസം മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ളതാണ്. ഫെബ്രുവരിയും മാർച്ചും. ഏപ്രിൽ 16 എന്ന് പറയുമ്പോൾ നാമനിർദ്ദേശ പത്രികയൊക്കെ ഫസ്റ്റ് വീക്ക് ഓഫ് ഏപ്രിലിൽ വരും, അല്ലെങ്കിൽ മാർച്ച് എൻഡിൽ വരും എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ പരമാവധി ആശയക്കുഴപ്പം ഇല്ലാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും കുറഞ്ഞത് കേരളത്തിലെങ്കിലും കോൺഗ്രസ് നേതാക്കൾ ചെയ്യേണ്ടത്. അത് യഥാർത്ഥത്തിൽ ശശി തരൂർ ലംഘിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ കൃത്യമായി രാഷ്ട്രീയം വായിച്ചെടുക്കുന്ന ആളുകളാണുള്ളത്. അവർക്ക് കൃത്യമായ ബോധ്യമുണ്ട് എന്താണ് മതേതരത്വം എന്ന്, എങ്ങനെയാണ് രാമക്ഷേത്രം ഉണ്ടായത് എന്നത് സംബന്ധിച്ച്. ഒരുപക്ഷെ ഏറ്റവും നല്ല വായനയുള്ള ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ ബാബറി മസ്ജിദിൻ്റെ തകർച്ചയൊക്കെ തന്നെയും ഇന്നലെ കണ്ട പോലെ ഓർക്കുന്ന ആളുകളാണ്. അവിടെ ഒരു BJP ഒരു പൊളിറ്റിക്കൽ പ്ലാൻ ഉണ്ടാക്കുമ്പോൾ ആ പൊളിറ്റിക്കൽ പ്ലാനിന് പ്രചാരം കൂട്ടുന്ന വിധത്തിൽ ശശി തരൂറിൻ്റെ ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ അനിവാര്യമായിരുന്നില്ല. നമുക്കിപ്പോൾ ഇനിയിപ്പോൾ 2 മാസം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇതിവിടെ അവസാനിക്കുന്നില്ല. 2 മാസം ബാക്കിയുണ്ട് ഇലക്ഷനിൽ എന്ന് പറയുമ്പോൾ ആ 2 മാസം ഏത് മാർഗത്തിലൂടെയാണ് ഇലക്ഷനിലേക്ക് BJP കൊണ്ടുപോവുക എന്നെ സംബന്ധിച്ച് ഒരു പൗരൻ എന്നുള്ള നിലയിൽ എനിക്ക് സംശയമുണ്ട്. ഇപ്പം തന്നെ മധ്യപ്രദേശിലെ ക്രിസ്ത്യൻ പള്ളിയുടെ മുകളിലെ കുരിശിൽ ജയ് ശ്രീറാം മുദ്രാവാക്യം ഉയർത്തിയിട്ടുള്ള കാവിക്കൊടി പറന്നു കഴിഞ്ഞിരിക്കുന്നു. KR നാരായണൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആനന്ദ് പട്വർദ്ധൻ്റെ രാം കെ നാം പ്രദർശിപ്പിക്കാൻ അനുവദിക്കാത്ത ഒരു സമീപനം BJPയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലും സമാനമായ സംഭവങ്ങളുണ്ടായി. മുംബൈയിലും അവിടെ പ്രതിഷേധ പ്രകടനങ്ങളും സംഘർഷവും ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. ഈ രാജ്യം വീണ്ടും ഒരു പക്ഷേ 90കളുടെ തുടക്കത്തിലൊക്കെ ഉണ്ടായതുപോലെ ഒരു ആഭ്യന്തര കലാപത്തിലേക്ക് വീണ്ടും പോകാതിരിക്കാൻ വേണ്ടിയുള്ള ജാഗ്രതയാണ് യഥാർത്ഥത്തിൽ മതേതരവാദികളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ്. അവിടെ ഒരു ഏകപക്ഷീയമായിട്ടുള്ള സംയമനം
മതേതരവാദികളുടെ ഭാഗത്ത് നിന്നുണ്ട്. മറുഭാഗത്ത് വലിയ നിലയിലുള്ള പ്രകോപനം ഉണ്ടാകുമ്പോൾ പോലും ഏകപക്ഷീയമായ സമീപനമുണ്ട്. അതിന് ഏതെങ്കിലും തരത്തിൽ തട്ടുകേട് വരുന്ന രീതിയിലേക്ക് മതേതരവാദികളുടെ ഭാഗത്ത് നിന്ന് തന്നെ ആക്ഷൻ ഉണ്ടാകരുത് എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടത്തുന്നത് നമ്മളിപ്പോൾ സ്റ്റുഡിയോയിലേക്ക് വരുമ്പോൾ തന്നെ നോക്കൂ, നേരത്തെ സുജയ പാർവതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസുകളായിരിക്കുന്നു BJPയുടെ. കർപ്പൂരി ഠാക്കൂറിനെ ഭാരത് രത്ന കൊടുത്തിരിക്കുന്നു. ആരാണ് കർപ്പൂരി ഠാക്കൂർ? എങ്ങനെയാണോ ബീഹാറിൽ കർപ്പൂരി ഠാക്കൂറിൻ്റെ മുദ്രാവാക്യം ഉയർത്തി മഹാഗഠബന്ധൻ ഒരു പുതിയ ആശയം മുന്നോട്ട് വെക്കുന്നത്, അതിനെ തകിടം മറിക്കാൻ വേണ്ടി എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതുവരെ ഉണ്ടായിരുന്നു കർപ്പൂരി ഠാക്കൂർ ഇവിടെ, പക്ഷേ അത് കൃത്യമായൊരു ഇലക്ഷൻ സ്ട്രാറ്റജി ആയിട്ട് വരുന്നു എന്നുള്ളതാണ്. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഏതാണ്ട് ഇന്ത്യ മുന്നണിയിൽ നിന്ന് വിട്ടുപോയി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരികയാണ്. CPM ആണ് ഇന്ത്യ മുന്നണി നടത്തുന്നത് എന്ന ആക്ഷേപം ഉന്നയിക്കുന്നു. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ ടാക്ട്ഫുള്ളി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. മറുഭാഗത്ത് അസ്വസ്ഥത ഉണ്ടാകുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അസ്വസ്ഥത കൂട്ടാതിരിക്കാൻ ശശി തരൂർ ശ്രമിക്കണം. Meet the editors.